നമ്മൾ ബൂളിയൻ ലോസ് പഠിച്ചു അല്ലേ? അപ്പോൾ ഇനി ഈ ബൂളിയൻ ലോസ് വെച്ചിട്ട് നമുക്ക് ഒരു 2 പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കാം. അതിൽ ഫസ്റ്റ് പ്രോബ്ലം വരുന്നത് y ഈക്വൽസ് ടു a ബാർ b ബാർ പ്ലസ് a ബാർ b പ്ലസ് a b ബാർ പ്ലസ് a b ഹോൾ c കോംപ്ലിമെൻറ്റ്. ഇപ്പോൾ നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുക, ഇതിൽ കോമൺ വാല്യൂസ് ഏതെങ്കിലും ഉണ്ടോ നോക്കുക. അപ്പോൾ നമ്മൾ എ ബാർ ബി ബാർ എ ബി ബാർ ഇത് എടുക്കുക ഫസ്റ്റ്. ഓക്കെ, ഇതിൽ എ ബാർ കോമൺ അല്ലേ? എ ബാർ ഇങ്ങനെ എഴുതി കൂടെ ഇത് ബി ബാർ പ്ലസ് ബി പ്ലസ് ഇതാ ഈ ഒരു ടൈം എടുക്കുക. ഇതിൽ എ കോമൺ അല്ലേ? എ ബി ബാർ പ്ലസ് ബി എന്ന് എഴുതി കൂടെ ഹോൾ കോംപ്ലിമെൻറ്റ് സി. ഓക്കെ, ഇനി നമുക്കറിയാം ബി പ്ലസ് ബി കോംപ്ലിമെൻ്റ് എന്താ? 1 അല്ലേ? അതായത് ബിക്ക് 0 കൊടുത്ത് ബിക്ക് 1 കൊടുത്ത് പ്ലസ് ബി കോംപ്ലിമെൻ്റ് എന്താവും? 0 ആവും, 1 ആവും. ഇതിൽ ഏത് വാല്യൂ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് ആൻസർ 1 ആവും. അപ്പോൾ ഈ ആൻസറും ഇതും 1 ആയി കഴിഞ്ഞ് ഇനി നമുക്ക് എന്ത് ചെയ്യാം? എ കോംപ്ലിമെൻറ്റ് പ്ലസ് എ എന്ന് എഴുതാം, ഹോൾ കോംപ്ലിമെൻറ്റ് സി. ഓക്കെ, ഇത് 1 ആയില്ലേ? ആൻസർ വരുന്നത് സി കോംപ്ലിമെൻ്റ് എന്നായിരിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ കോമൺ ആയത് ഏതാ നോക്കുക, അത് എടുത്ത് എഴുതുക. കോമൺ ആയത് എ ബി സി ഡി എല്ലാം ഈ 4 ടേമിലും കോമൺ ആയത് സി ഡി ആണ് അല്ലേ? എല്ലാ ടൈമിലും സി ഡി ഉണ്ട്. ആ സി ഡിനെ പുറത്തേക്ക് എടുത്ത് ബാക്കിയൊക്കെ എഴുതി വെക്കുക. എ ബി പ്ലസ് എ ബി ബാർ പ്ലസ് എ ബാർ ബി പ്ലസ് എ ബാർ ബി ബാർ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആയില്ലത്. ഓക്കെ, അതായത് ഇതിൽ എ പുറത്തേക്ക് എടുക്കാം, ബി പ്ലസ് ബി ബാർ പ്ലസ് ഇവിടെ എ ബാറാണ് കോമൺ അല്ലേ? ബി പ്ലസ് ബി ബാർ, ഇതും 1 ആയി മാറി. എ പ്ലസ് എ ബാർ സി ഡി. ഓക്കെ, ഇയാൾ 1 ആയി. ആൻസർ വരുന്നത് സി ഡി ആണ്. ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. നെക്സ്റ്റ്, നമ്മൾ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ എഴുതുന്ന സമയത്ത് ആ ബൂളിയൻ എക്സ്പ്രഷൻ സം ഓഫ് പ്രൊഡക്റ്റ് ആണോ പ്രൊഡക്റ്റ് ഓഫ് സം ആണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതായത് ഇപ്പോൾ നമുക്ക് നേരത്തെ എക്സാമ്പിൾ എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി പ്ലസ് ഇ എഫ് ഇങ്ങനെ ഒരു ടേം ഉണ്ട് എന്ന് വിചാരിക്കുക. ഇവിടെ നോക്കാം, ഇതിൽ പ്രൊഡക്റ്റുകളുടെ സമ്മാണ് അല്ലേ? എ ബി എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ടൈമാണ്, ബി സി എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ടൈമാണ്. ഈ പ്രൊഡക്റ്റുകളുടെ സമ്മാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത് അല്ലേ? ഇത്തരം ഈ ഒരു എക്സ്പ്രഷനെ നമ്മൾ പറയുന്ന പേരാണ് സം ഓഫ് പ്രൊഡക്റ്റ്, അതായത് പ്രൊഡക്റ്റുകളുടെ സമ്മ്. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ മിൻ ടേം എന്ന് പറയും. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കാം മിൻ ടേം, 4 ഓപ്ഷൻ തന്നിട്ട് അതിൽ ഏതാണ് മിൻ ടേം എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ എക്സാമ്പിൾ ചെയ്താൽ എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് ജി എച്ച് ഐ കോംപ്ലിമെൻറ്റ് മിൻ ടൈമിന് എക്സാമ്പിളാണ്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് സി, ഇതൊക്കെ മിൻ ടേംസിന് എക്സാമ്പിൾ, അതായത് സം ഓഫ് പ്രൊഡക്റ്റിന്. ഇനി പ്രൊഡക്റ്റ് ഓഫ് സം എന്ത് വരും? നമ്മൾ ഇതിനെ നേരെ ഓപ്പോസിറ്റ് ആക്കി എടുത്താൽ എ പ്ലസ് ബി ഇൻറ്റു ബി പ്ലസ് സി, ഇങ്ങനെ എഴുതുന്ന ടേമിനെ നമ്മൾ എന്ത് പറയും? പ്രൊഡക്റ്റ് ഓഫ് സമ്മ്, അതായത് സമ്മുകളുടെ പ്രൊഡക്റ്റ്. അപ്പോൾ സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് സമ്മിന് പി ഒ എസിന് നമ്മൾ പറയുന്ന പേരാണ് മാക്സ് ടേം. ഓക്കെ, ഇനി നമുക്ക് ഈ ബൂളിയൻ സിംപ്ലിഫിക്കേഷനിൽ നമുക്കൊരു 4 ടേം വരെ 4 വേരിയബിൾ വരെ എ ബി സി ഡി വരെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ഈ ബൂളിയൻ ലോസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഈ ലോസ് വെച്ച് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇപ്പോൾ 2 ടേമൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാം. ഈ വേരിയബിളിൻ്റെ എണ്ണം കൂടുന്നതോടും നമ്മുടെ സിംപ്ലിഫിക്കേഷൻ ഫാക്ടർ കുറഞ്ഞു വരും അല്ലേ. അപ്പോൾ നമ്മൾ ഒരു 4ൽ കൂടുതൽ വേരിയബിൾ ഉള്ളതിനെ നമുക്ക് ലോസ് വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് K-മാപ്പ് വെച്ചിട്ട് സോൾവ് ചെയ്യുക. ഓക്കെ, K-മാപ്പ് എന്ന് പറഞ്ഞാൽ കാർനോഫ് മാപ്പ്. ഓക്കെ, അപ്പോൾ ഈ K-മാപ്പ് കൊണ്ട് നമുക്ക് 3 വേരിയബിൾ 4 വേരിയബിളിലൊക്കെ പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ K-മാപ്പിൽ നമ്മൾ ചെയ്യുന്നത്, അതായത് ഒരു എക്സ്പ്രഷൻ കിട്ടിയാൽ നമുക്കത് സോൾവ് ചെയ്യണം, അത് സിംപ്ലിഫൈ ചെയ്യണം അല്ലേ. അപ്പോൾ അത് ആ എക്സ്പ്രഷൻ നോക്കിയിട്ട് അത് സം ഓഫ് പ്രൊഡക്റ്റ് ആണോ പ്രൊഡക്റ്റ് ഓഫ് സം ഓഫ് എക്സ്പ്രഷൻ ആണോ നോക്കുക. സം ഓഫ് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ K-മാപ്പിൽ മാപ്പിംഗ് ചെയ്യുന്ന ആ സെല്ലുകളുടെ ഉള്ളിൽ 1 വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യും. അത് പറയുക എന്താണ് ഗ്രൂപ്പിംഗ് എന്ന് പറയും നമ്മൾ. പ്രൊഡക്റ്റ് ഓഫ് സം ആണെങ്കിൽ 0 ആയിരിക്കും ഗ്രൂപ്പ് ചെയ്യുന്ന ഫാക്ടർ. ഓക്കെ, ഇനി K-മാപ്പിലേക്ക് വരാം. ഇപ്പോൾ 3 വേരിയബിൾ K-മാപ്പ് ഉണ്ട്, 4 വേരിയബിൾ 2 വേരിയബിളൊക്കെ K-മാപ്പ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, K-മാപ്പിൽ നമ്പറിംഗ് സിസ്റ്റം ആയിട്ട് യൂസ് ചെയ്യുന്നത് ഗ്രേ കോഡ് വെച്ചിട്ടാണ്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു 3 വേരിയബിൾ K-മാപ്പ് നോക്കാം. 3 വേരിയബിൾ K-മാപ്പ് എന്ന് പറയുമ്പോൾ 3 വേരിയബിൾ K-മാപ്പിൽ എ ബി സി എന്ന് പറഞ്ഞിട്ട് 3 വേരിയബിളാണെന്ന് വിചാരിക്കുക. ഓക്കെ, എ ബി സി 3 വേരിയബിളാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ എത്ര സെല്ലുള്ള K-മാപ്പാണ് വരയ്ക്കേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ 3 വേരിയബിൾ ആണെങ്കിൽ 2⁻3 8 സെല്ലുള്ള K-മാപ്പാണ്. ഓക്കെ, അപ്പോൾ 8 സെല്ലുള്ള ഒരു K-മാപ്പാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഈ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ഒരു ഡയഗണൽ ലൈൻ ഇങ്ങനെ വരയ്ക്കാം. ഈ ഡയഗണൽ ലൈനിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ഒരു വേരിയബിൾ എഴുതി, അടുത്ത ഭാഗത്ത് 2 വേരിയബിൾ എഴുതി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാതെ പ്രശ്നമില്ല, അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ നമ്പറിങ് എടുത്താൽ മതി. ഇനി ഇവിടെ നോക്കുക, നമ്പറിങ് വരുന്നത് ഫസ്റ്റ് എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എ നമുക്ക് 0 ആവാം 1 ആവാം അല്ലേ. ഒരു സിംഗിൾ ബിറ്റാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എ മാത്രമേ ഉള്ളൂ. എക്ക് കറസ്പോണ്ടിങ് എ 0 ആവാം അല്ലെങ്കിൽ 1 ആവാം. ഓക്കെ, ഇനി K-മാപ്പ് നമ്പറിങ് ചെയ്ത് പോകുന്ന സമയത്ത് 0 0 0 1 1 0 ആണ്, 1 1 ആണ് ഫസ്റ്റ്, 1 1 കഴിഞ്ഞിട്ടാണ് 1 0 വരുന്നത്. ഗ്രേ കോഡ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു മാറ്റം വരുന്നത്. ഓക്കെ, 0 0 0 1 1 1 1 0 ഇത് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് 4 വേരിയബിൾ K-മാപ്പ് ആകുമ്പോൾ അപ്പോൾ 16 സെല്ല് ഉണ്ടാവും. 2⁻4 16 സെല്ല് ഉണ്ടാവും. അപ്പോൾ ഇതേ ഈ ഇവിടെ ഒരു മിസ്മാച്ച് വരുന്നുണ്ടല്ലോ നമുക്ക് കാണുമ്പോൾ. അപ്പോൾ ഇതേ മിസ്മാച്ച് നമുക്ക് ഈ ഒരു സെല്ലിൽ കൂടി ഉണ്ടാവും, ഇവിടെ 3rd സെല്ലിൽ കൂടി ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ഈ 0 0 എന്ന് പറഞ്ഞത് എന്താണ്, ബിക്ക് 0 സിക്ക് 0, നെക്സ്റ്റ് B0 C1 B1 C1 B1 C0. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 0ലെ കോംപ്ലിമെൻ്റ് ആക്കിയതാ അല്ലേ. 0യിലൊക്കെ നമുക്ക് കോംപ്ലിമെൻ്റ് ആക്കിയതാ, എ കോംപ്ലിമെൻറ്റ് എ. ഇങ്ങനെയാണ് K-മാപ്പിൻ്റെ സെല്ലുകൾ വരയ്ക്കുക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിങ്ങനെ പഠിച്ചു പോകും. നെക്സ്റ്റ് നമുക്ക് ഒരു 3 വേരിയബിൾ K-മാപ്പ് വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുന്നത് എഫ് ഓഫ് എ ബി സി ഈക്വൽസ് ടു സം ഓഫ് 3 4 6 7 ആണ്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഓരോ സെല്ലിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡെസിമൽ വാല്യൂ ഉണ്ട്. ആ ഡെസിമൽ വാല്യൂ എന്താ നോക്കണം. ഓക്കെ, അപ്പോൾ ഇത് എ ആണ്, ഇത് എ കോംപ്ലിമെൻ്റ് അല്ലേ, ബി സി ഇതിങ്ങനെ പോകും. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് സെല്ല് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്, എന്താ ഈ 2 സെല്ല് കൂടി 0 0 0. നെക്സ്റ്റ് സെല്ല് A0 B0 C1. ഓക്കെ, നെക്സ്റ്റ് സെല്ല് 0 1 1, നെക്സ്റ്റ് 0 1 0. ഓക്കെ, നെക്സ്റ്റ് 1 0 0 അല്ലേ.
നെക്സ്റ്റ് ഇതാ A1 B0 C1 A1 ഇതാ ഇവർ രണ്ടാളും 1 1 നെക്സ്റ്റ് A1 1 0 വരും. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ ഓരോ സെല്ലിൻ്റെയും ഒരു കോർണറിൽ എഴുതി വെക്കുക. 0 0 0 എന്ന് പറഞ്ഞാൽ 0 ആണ്, 0 0 1 എന്ന് പറഞ്ഞാൽ 1 ആണ്, 0 1 1 എന്ന് പറഞ്ഞാൽ 3 ആണ്, നെക്സ്റ്റ് 0 1 0 എന്ന് പറഞ്ഞാൽ 2 4 5 6 ഈ കോർണറിലാണ്, 7 ഇവിടെ. ഓക്കെ, നമ്മളിപ്പോൾ ഇനി ഇത് എക്സാമ്പിൾ ചെയ്യുന്ന സമയത്ത് ഇവരൊന്നും നമ്മൾ എഴുതൂല. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണ്ടേ, ഇതൊക്കെ മാറ്റാം. ഇനി ക്വസ്റ്റ്യനിൽ തന്നത് 3 4 6 7 അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ 3 എവിടെയാണ്, ഈ ഓരോ നമ്പറിൻ്റെ അനുസരിച്ചും ഓരോ 1 ഇട്ട് കൊടുക്കുക. 3 4 6 7. ഓക്കെ, ഇനിയാണ് നമ്മൾ ഫസ്റ്റ് നമ്പറിങ് ചെയ്യുക, 1s ചെയ്യാം, അതായത് 1. നെക്സ്റ്റ് സ്റ്റെപ്പ് ഗ്രൂപ്പിംഗ് ആണ്. ഗ്രൂപ്പിംഗ് എന്ന് പറയുമ്പോൾ അതായത് അഡ്ജസൻറ്റ് 1s വരുന്ന സമയത്ത് അതിനെ ഗ്രൂപ്പ് ചെയ്യുക. അഡ്ജസൻറ്റിൽ 1s വന്നാൽ അതിനെ ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പിൽ ശ്രദ്ധിക്കുക, മാക്സിമം നമ്പർ ഓഫ് 1s ഒരേ ഗ്രൂപ്പിൽ വരാൻ നോക്കുക. ഓരോ ഗ്രൂപ്പിലുള്ള 1സിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 2ൻ്റെ പവർ ആയിരിക്കും. അതായത് 1 ഗ്രൂപ്പ് ഒരുമിച്ച് വരാം, 2 1s വരാം, 4 1s വരാം, 8 1s വരാം, 16 1s വരാം, അങ്ങനെ പോകും. ഓക്കെ, നമുക്കിപ്പോൾ അഡ്ജസൻ്റ് ആയിട്ട് 3 1 ഒരുമിച്ച് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു മാപ്പിൽ ഒരു 1 2 1 3 1. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ ഇതിന് പകരം നമുക്ക് എങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യുക, ഇവിടെ അതായത് ഇവിടെ ഗ്രൂപ്പ് ചെയ്യേണ്ടത് 2 1 മാക്സിമം 2 1 വരാം, ഇയാളെയും കൂടി ഗ്രൂപ്പ് ചെയ്യുക, അങ്ങനെ പറ്റും. ഓക്കെ, നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഇവിടെ ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് നോക്കുക. ഓക്കെ, ഓക്കെ, ഇവിടെ നോക്കുക. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അഡ്ജസൻറ്റ് 1സിൽ ഗ്രൂപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. ഇതാ ഇവർ രണ്ടാലും അഡ്ജസൻ്റാണ്, ഇവർ തമ്മിൽ അഡ്ജസൻ്റാണ് അല്ലേ. ഇനി നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിൻ്റെ ബാക്കിയാണ് ഇവിടെ വരുന്നത്. അതായത് ഈ കോർണറുകളിലുള്ള 1സും ഫസ്റ്റ് കോർണറിലുള്ള 1സും നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. അതായത് ഇത് ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ഗ്രേ കോഡാണ് നമ്മൾ പറഞ്ഞു അല്ലേ. ഗ്രേ കോഡ് എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റഡ് ബൈനറി കോഡാണ്. അപ്പോൾ റിഫ്ലക്റ്റഡ് ബൈനറി കോഡ് നമ്മൾ പറയുന്ന സമയത്ത് ഫസ്റ്റ് പോയിൻറ്റും ലാസ്റ്റ് ഡിജിറ്റ്സും അത് റിഫ്ലക്റ്റ് ചെയ്ത് വരും. ഓക്കെ, ഇനി നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ തുടങ്ങാം. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ആക്കി കൂടെ. നെക്സ്റ്റ് ഇവരെ രണ്ടും ഒരു ഗ്രൂപ്പ് ആക്കുക. ഗ്രൂപ്പിംഗ് കഴിഞ്ഞു, കാരണം നമുക്ക് 4 ഉള്ളൂ, അതിൽ 2 ഗ്രൂപ്പ് ആക്കിയപ്പോൾ തന്നെ നമുക്ക് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ ഗ്രൂപ്പിനെ ഞാൻ 1 കൊടുത്ത്, ഇതാ നെക്സ്റ്റ് ഗ്രൂപ്പിനെ 2 കൊടുത്തു. നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് വേരിയബിൾസ് ഇവിടെ എഴുതാം, A B C എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇയാളാണല്ലോ ഈ ഗ്രൂപ്പ്. നമുക്ക് എന്ത് എഴുതി, ABC എന്ന് എഴുതുമ്പോൾ ഫസ്റ്റ് ഈ ഒരു 1നെ കൺസിഡർ ചെയ്യുക. ഈ 1ൻ്റെ വാല്യൂസ് എന്താ, 0 1 1 അല്ലേ, 3 ആണ് അല്ലേ. 0 1 1 A0 B1 C1 അല്ലേ. അത് നമ്മളിവിടെ എഴുതി A0 B1 C1. നെക്സ്റ്റ് അതേ ഗ്രൂപ്പിൽ വരുന്ന ആളാരാ, നെക്സ്റ്റ് ഇയാളെന്ത് തരാ, A1 B1
C1 അല്ലേ, അതെഴുതി A1 B1 C1. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡിഫറൻറ്റ് നമ്പേഴ്സ്, ഡിഫറൻറ്റ് ബിറ്റ് ഒരേ വേരിയബിളിൽ വരികയാണെങ്കിൽ ഈ വേരിയബിളിനെ കട്ട് ചെയ്യുക, ഇതിനെ കട്ട് ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ളതിനെ നമുക്ക് എക്സ്പ്രഷനിൽ കൊണ്ടുവരാം. അത് ബാക്കി അതൊക്കെ ഉണ്ട്, ബിയും സിയും ഉണ്ട്. അപ്പോൾ ബി സി എന്ന് എഴുതാം. ഓക്കെ, ഇതുപോലെ നെക്സ്റ്റ് ഗ്രൂപ്പ് നമുക്ക് എഴുതിക്കൂടെ, എ ബി സി എന്ന് എഴുതിയിട്ട് നെക്സ്റ്റ് ഗ്രൂപ്പിൽ ഫസ്റ്റ് ആളാ E1 അല്ലേ, E1 ആണ് അല്ലേ. അയാളെന്ത് വരിക, 1 A1 B0 C0. നെക്സ്റ്റ് ആളാരാ, നെക്സ്റ്റ് ഇയാളാ അല്ലേ, ഇയാളാണ്. ഇയാളെന്ത് വരും, A1 B0 A1 B1 C0 അല്ലേ, അതെഴുതാം. A1 B1 C0. ഇനി ഇതിൽ വരുന്ന മിസ്മാച്ചിങ് ആയിട്ടുള്ള വേരിയബിൾ ഏതാ, ബിയും 0 1 വരുന്നത്. ബാക്കി എന്താ, എയും സിയും സെയിം ബിറ്റുകളാണ് അല്ലേ. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ 1 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, എ എന്ന് പറഞ്ഞാൽ 1 1 ആകുമ്പോൾ എ എന്ന് തന്നെ എഴുതാം. സി എന്ന് പറഞ്ഞാൽ 0 0 ആണ്, 0ക്ക് നമ്മൾ സി കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാം. അപ്പോൾ ആ ഫൈനൽ ആൻസർ വരുന്നതാ ബി സി പ്ലസ് എ സി കോംപ്ലിമെൻറ്റ്. ഓക്കെ, ഇത് ഓപ്ഷനിലുണ്ടോ നോക്കുക, ഓപ്ഷനിലുണ്ടോ, ബി സി പ്ലസ്, അതായത് ബി സി ഇത് കറക്റ്റാണ്. നെക്സ്റ്റ് എ സി കോംപ്ലിമെൻറ്റ്, ഇവിടെ എന്താ എ സി ആണ് അല്ലേ, ഇത് ആൻസർ ശരിയല്ല. ബി സി പ്ലസ് എ ബി ഇത് തെറ്റാണ്. ബി സി പ്ലസ് എ സി കോംപ്ലിമെൻറ്റ്, ഇവിടെ എ സി കോംപ്ലിമെൻ്റ് ആണെങ്കിൽ ശരിയായിരുന്നു, പക്ഷെ ഇവിടെ എ സി കോംപ്ലിമെൻ്റ് അല്ല, എ സി ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഡി, നൺ ഓഫ് ദി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റിലേക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. 1367. അപ്പോൾ 1367 എന്ന് പറഞ്ഞാൽ 1367 ഇവിടെ ഗ്രൂപ്പ് ചെയ്തു അല്ലേ, 1367 ഗ്രൂപ്പ് ചെയ്യൂ. ഇനി നമുക്ക് ഗ്രൂപ്പിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇയാളെ ഫസ്റ്റ് ഗ്രൂപ്പ് ചെയ്തു അല്ലേ, നെക്സ്റ്റ് ഇയാളെ ഗ്രൂപ്പ് ചെയ്തു. ഓക്കെ, ഇനി നോക്കാം, നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഗ്രൂപ്പിങ്ങും പോസിബിളാണ് അല്ലേ, ഇങ്ങനെ ഒരു ഗ്രൂപ്പും പോസിബിളാണ്. പക്ഷേ ഇത് നമ്മൾ പരിഗണിക്കില്ല, കാരണം ഈ ഫസ്റ്റ് രണ്ട് ഗ്രൂപ്പ് ചെയ്ത സമയത്ത് തന്നെ എല്ലാ വൺസും ഓരോ സിംഗിൾ ഗ്രൂപ്പിലെങ്കിലും ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ പിങ്ക് കളറിൽ കാണുന്ന ആ ഗ്രൂപ്പിനെ നമ്മൾ പരിഗണിക്കില്ല. ഇത്തരം ഗ്രൂപ്പിനെ നമ്മൾ റിഡൻഡൻറ്റ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്, ഓക്കെ. ഇത് നമ്മൾ യാതൊരു എഫക്റ്റും നമ്മളെ സിംപ്ലിഫിക്കേഷനിൽ ഉണ്ടാക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഇതിനെ ഒഴിവാക്കാം, ബാക്കിയുള്ള ഗ്രൂപ്പിനെ നമ്മൾ എന്ത് ചെയ്യുക, പരിഗണിക്കുക. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് ആക്കി എടുക്കുക, ഇതിനെ സെക്കൻഡ് ഗ്രൂപ്പ് നമുക്ക് സോൾവ് ചെയ്യാം. ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നത് ആരൊക്കെ, ഫസ്റ്റ് വൺ എന്ത് വരും, ഫസ്റ്റ് വൺ 0 0 1 1 വരും. സെക്കൻഡ് വൺ വരുമ്പോൾ 0 1, ഫസ്റ്റ് വൺ വരുന്ന സമയത്ത് 0 1 0 1 വരും. സെക്കൻഡ് വൺ വരുന്ന സമയത്ത് A0 B1 C1 വരും. ഓക്കെ, അതെഴുതാം. 0 0 1, നെക്സ്റ്റ് 0 1 1 വരും. അതുപോലെ നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പ് എഴുതാം. സെക്കൻഡ് ഗ്രൂപ്പ് എഴുതിയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. സെക്കൻഡ് ഗ്രൂപ്പ് പറയുമ്പോൾ ഈ ഗ്രൂപ്പാണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഇയാൾ 1 1 1, സെക്കൻഡ് വൺ ഇയാൾ 1 1 0 അല്ലേ. ഇനി നമുക്കിതൊന്ന് സോൾവ് ചെയ്യാം. ഇയാൾ സോൾവ് ചെയ്താൽ ബീനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്യുക, കാരണം ഡിഫറെൻറ്റ് ബിറ്റ് വാല്യൂകളല്ലേ. എ കോംപ്ലിമെൻറ്റ്, എ ഫുള്ള് 0 ആണ്, ബി റിജക്റ്റ് ചെയ്തു, സി 1 ആണ്, സി അതുപോലെ എഴുതി.
നെക്സ്റ്റ് ഇവിടെ സീനെ നമുക്ക് റിജക്റ്റ് ചെയ്യേണ്ടത്, കാരണം ഇവിടെ ഒരു 1ഉം 0 വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എ ബി ഇതിങ്ങനെ ആഡ് ചെയ്യുക. അപ്പോൾ ആൻസർ വരുന്നത് എ ബാർ സി പ്ലസ് എ ബി എന്നായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു 4 വേരിയബിൾ കെ മാപ്പ് നോക്കാം. 4 വേരിയബിൾ കെ മാപ്പ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു 4 വേരിയബിൾ W X Y Z അല്ലാന്നുണ്ടെങ്കിൽ എ ബി സി ഡി. ഓക്കെ, നമുക്ക് കോമൺ ആയിട്ട് എ ബി സി ഡി കൊടുക്കാം. അപ്പോൾ ഇവിടെ 2 വേരിയബിളും നെക്സ്റ്റ് ടോപ്പ് സൈഡിൽ 2 വേരിയബിളും സി ഡി ഇവിടെ റെപ്രസെൻ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 0 0 0 1 1 1 ആണ്. 1 1 കഴിഞ്ഞിട്ട് ശേഷമാണ് 1 0 വരുന്നത്. ഇവിടും അതുപോലെ എഴുതി 0 0 0 1 1 1 1 0 എന്ന് എഴുതി. സെല്ലിനുള്ളിൽ നമ്പറിങ് കൊടുക്കണം. 0 1 2 കഴിഞ്ഞിട്ട് 3. ഓക്കെ, അതേപോലെ നമ്മളെല്ലാ സെല്ലും നമ്പർ ചെയ്യുക. 4 5 6 കഴിഞ്ഞിട്ട് 7. കണ്ടോ? നെക്സ്റ്റ് ഇവിടെയാണ് വരുന്നത്, ഈ ഒരു സെല്ല് ലാസ്റ്റാണ് വരുന്നത്. നമുക്ക് 1 0 0 0 ആണ്. 1 0 0 0 എന്ന് പറഞ്ഞാൽ എന്താ? 1 0 0 0 എന്ന് പറഞ്ഞാൽ എന്താ? 8 ആണ് അല്ലേ? നമ്മൾ 8 9 10 11 12 13 14 15 അങ്ങനെ ചെയ്യാം. ഓക്കെ, ഈ നമ്പറിങ് സിസ്റ്റം നമ്മൾ കാണാതെ പഠിക്കണം. നമ്പറിങ് എവിടെയെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ ഈ കെ മാപ്പ് നമുക്ക് ആൻസർ കിട്ടൂല. ഓക്കെ, അപ്പോൾ നമ്പർ നമ്മൾ കറക്റ്റായി പഠിക്കണം. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മൾ ഓക്കെ, ഇനി വേറെ ടൈമായി പ്രോബ്ലത്തിന് മുന്നേ നമ്മൾ ഒരു ഡോണ്ട് കെയർ ടൈം എന്നുണ്ട്. ഓക്കെ, ഈ ഡോണ്ട് കെയർ നമ്മൾ ക്വസ്റ്റ്യനിൽ അവരിങ്ങനെ തരും, ഡോണ്ട് കെയർ ടൈം തരും. അതായത് ഡി ഓഫ് 6 എന്ന് തരും. അല്ലെങ്കിൽ ഇതാണ് ബൂളിയൻ ഫംഗ്ഷൻ വരുന്നത് 0 2. അപ്പോൾ ബൂളിയൻ ഫംഗ്ഷൻ വരുന്ന സമയത്ത് അതിൽ നമ്മൾ 1 കൊടുക്കുക. ഡോണ്ട് കെയർ ടൈം ഏതൊക്കെ സെല്ലുകളാണ് വരുന്നത് അതിന് നമ്മളൊരു ഒരു എക്സ് മാർക്ക് കൊടുക്കും. ഓക്കെ, ഇനി നമ്മൾ ഗ്രൂപ്പിംഗ് ചെയ്യല്ലേ ചെയ്യുക. ഫസ്റ്റ് വൺസ് അതേ സെല്ലിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രൂപ്പിംഗ് ചെയ്യാണ്. ഈ ഗ്രൂപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡോണ്ട് കെയർ ടൈം, അതായത് എക്സ് ഇട്ട ടൈം, ഡോണ്ട് കെയർ ടൈമിന് പരിഗണിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. നമ്മൾ ഗ്രൂപ്പിംഗ് എന്താ പറഞ്ഞത്? മാക്സിമം നമ്പർ ഓഫ് 2ൻ്റെ പവർ അല്ലേ? അപ്പോൾ ഇവിടെ 4 ടേമുകളുണ്ട്. 4 ടേമുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ചെയ്തൂടെ? ഒരൊറ്റ സിംഗിൾ ഗ്രൂപ്പ് ചെയ്തൂടെ? അതാണ് ഡോണ്ട് കെയർ ടൈമിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ABCD എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഓഫ് 0 1 2 8 അത് തന്നിട്ടുണ്ട്. പിന്നെ ഡോണ്ട് കെയർ ടൈമിനെ ഡി എന്ന് വെച്ചിട്ടാണ് അവർ റെപ്രസെൻറ്റ് ചെയ്യുക. ഡിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ തരുന്ന സമയത്ത് ഈ സെൽ നമ്പേഴ്സിൻ്റെ ഉള്ളിലൊക്കെ 1 കൊടുക്കുക, ഈ സെൽ നമ്പേഴ്സിൻ്റെ ഉള്ളിലൊക്കെ എന്ത് കൊടുക്കുക? എക്സ് കൊടുക്കുക. എന്നിട്ട് ഗ്രൂപ്പിംഗ് ചെയ്യുന്ന സമയത്ത് എക്സ് ആണെങ്കിലും 1 ആണെങ്കിലും ഒരുമിച്ച് തന്നെ ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ 0 എവിടെ? ഫസ്റ്റ് ഇയാൾ 0 എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ചെയ്യുക എവിടെ? 0ൽ 1 കൊടുത്തു, നെക്സ്റ്റ് 1ൽ 1 കൊടുത്തു, നെക്സ്റ്റ് 2ൽ ഇതിങ്ങനെ പോവാണ്. 2ൽ 1 കൊടുത്തു, 8ൽ 1 കൊടുത്തു, 9ൽ 1 കൊടുത്തു, 12ൽ 1 കൊടുത്തു, 13ൽ 1 കൊടുത്തു. ഓക്കെ, ഇനി എനിക്ക് എന്ത് വേണം? ഡോണ്ട് കെയർ ടൈമിൽ എക്സ് കൊടുക്കണം. ഡോണ്ട് കെയർ ടൈം ഫസ്റ്റ് 10 ആണ്, 11 ആണ്, 14 ആണ്, 15 ആണ് അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യുക? ഗ്രൂപ്പിംഗ് തുടങ്ങാം. ഗ്രൂപ്പിംഗ് തുടങ്ങുന്ന സമയത്ത് നോക്കാം, നമുക്ക് ഏറ്റവും മാക്സിമം നമ്പേഴ്സ് ഓഫ് വൺസ് അല്ലെങ്കിൽ ഡോണ്ട് കെയർ ടൈം സിംഗിൾ ഗ്രൂപ്പിലാക്കി മാറ്റണം നമ്മൾ. അപ്പോൾ ഇതിൽ മാക്സിമം എത്ര വരുന്നത് നോക്കാം. അതായത് ഗ്രൂപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും മാക്സിമം നമ്പർ ഓഫ് അക്കോമഡേഷൻസ് ഓരോ സെല്ലിലും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് ഒരൊറ്റ സിംഗിൾ ഗ്രൂപ്പാക്കി മാറ്റി കഴിഞ്ഞാൽ എന്തുണ്ട്? നമുക്ക് 8
അക്കോമഡേഷൻ ഒരു സെല്ലിൽ മൊത്തം സെല്ലുകൾ ഉണ്ടാവും അല്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, വേറെ ആരൊക്കെ ഗ്രൂപ്പ് ചെയ്യാൻ ഉള്ളത്, വേറെ ഗ്രൂപ്പ് ചെയ്യാൻ ഇയാൾ ഗ്രൂപ്പ് ചെയ്യണം, ഇയാൾ ഗ്രൂപ്പ് ചെയ്യണം, ഇയാൾ ഗ്രൂപ്പ് ചെയ്യണം. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് 2 ഗ്രൂപ്പ് ചെയ്യാം അല്ലേ. ഇനി ഇതിനെ 4 ഗ്രൂപ്പാക്കാൻ പറ്റുമോ നമുക്ക്? പറ്റും. കാരണം ഇയാളെ ബാക്കിയാണ് ആര്, ഇവിടെ അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഗ്രൂപ്പാക്കാം, ഇവിടെ ഇങ്ങനെ ഗ്രൂപ്പാക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു ഗ്രൂപ്പാക്കാം, ഒരു സിംഗിൾ ഗ്രൂപ്പാണേ. ഓക്കെ, നെക്സ്റ്റ് ഇനി ഇയാൾ മാത്രമേ ഗ്രൂപ്പാക്കാനുള്ളൂ അല്ലേ, റൈറ്റ് മോസ്റ്റ് കോർണറിൽ ടോപ്പ്. അപ്പോൾ ഇയാൾ ഇതൊരു സിംഗിൾ ഗ്രൂപ്പ് ആക്കാൻ പറ്റുമോ നോക്കാം. സിംഗിൾ ഗ്രൂപ്പ് എന്തായാലും എല്ലാവരും ആക്കാം. ഇനി ഡബിൾ ഗ്രൂപ്പ് ആക്കാൻ പറ്റുമോ, അതായത് ഡബിൾ വൺസിലൊരു സിംഗിൾ ഗ്രൂപ്പ് ആക്കാൻ പറ്റുമോ അത് നോക്കാം. കോർണർ ആയതുകൊണ്ട് എന്തായാലും പറ്റും, കാരണം ഇങ്ങനെ നമുക്ക് ഗ്രൂപ്പ് ആക്കാം അല്ലേ. ഇനി 4 ഉള്ള ആൾക്കാരെ ഗ്രൂപ്പ് ആക്കാൻ പറ്റുമോ, ആ ഗ്രൂപ്പിൻ്റെ കളറൊന്നും ചേഞ്ച് ആവണ്ടേ. 4 നമ്പേഴ്സ് കോർണർ വരുന്ന ആളുകളൊക്കെ നമുക്ക് 4 നമ്പേഴ്സിൽ വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യാം. ഇയാളെ ഇത് 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 ഓക്കെ. അപ്പോൾ 4 നമ്പേഴ്സിൽ വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര ഗ്രൂപ്പ് കിട്ടി? ഈ വലിയ ഒരു ഗ്രൂപ്പ് 1, സെക്കൻഡ് ഇയാളൊരു ഗ്രൂപ്പ് 2, തേർഡ് ഇയാളൊരു ഗ്രൂപ്പ് 3. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് സോൾവ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഗ്രൂപ്പിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് ABCD എന്ന് എഴുതി. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ നമ്പേഴ്സിനെയും എടുത്ത് എഴുതുക. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി പിന്നെ എടുത്ത് എഴുതാലൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, 1 എന്ന് പറയുമ്പോൾ ഈ 1 എന്ന് പറയുമ്പോൾ 1 1 0 0 എന്ന് വരും അല്ലേ. AB 1 1 CD 0 0 അത് എഴുതാം. 1 1 0 0. നെക്സ്റ്റ് ഈ 1 എന്ത് വരും, 1 1 0 1 വരും. നെക്സ്റ്റ് ഇയാൾ ഈ X എന്ത് വരും, 1 1 1 1 വരും. ഓക്കെ, ഇപ്പോൾ നമുക്കിത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് തന്നെ നോക്കിയാൽ, അപ്പോൾ ഇയാൾ ഇങ്ങോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ D ഇങ്ങനെ ചേഞ്ചായി മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ. D ചേഞ്ചായി മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്, കാരണം D 0യും 1 വന്നു, അതേപോലെ തന്നെ C0 വന്നു 1 വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാക്കാം എന്ത്, സിയും ഡിയും ഈ ഒരു കോമ്പിനേഷനിൽ വരൂല എന്ന് മനസ്സിലാക്കുക. അത് നമ്മൾ റിജക്റ്റ് ചെയ്യേണ്ട സാധനങ്ങളാണ്. നമുക്ക് ABനെ മാത്രം നോക്കിയാൽ മതി. ഇനി നെക്സ്റ്റ് എന്താ, ഇയാളെ നോക്കിക്കോ. ഇയാളെ നോക്കുമ്പോൾ 1 0 എന്ന് വന്നു അല്ലേ, 1 0 എന്ന് വന്നു. നെക്സ്റ്റ് ഇയാളെ നോക്കുന്ന സമയത്ത് 0 1 വന്നു. മിനിറ്റ്, ചെറിയ 1 0 വരും. ഓക്കെ, അപ്പോൾ നമ്മൾ സിയും ഡിയും എന്തായി, ക്യാൻസലാക്കി കളഞ്ഞു. നെക്സ്റ്റ് ഇയാൾ വരുന്ന സമയത്ത് 1 0 0 0. നെക്സ്റ്റ് 1 0 0 1. അതങ്ങനെ പോകും. നോക്കിയാൽ അപ്പോൾ ഇവിടെ വിയും 1 വന്നു 0 വരുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ വിയും ഇവിടുന്ന് ക്യാൻസലാക്കി കളയേണ്ട ആളാണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് ഇത് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് A മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ആൻസർ A വരും. ഓക്കെ, ഈ വലിയ ഗ്രൂപ്പിൻ്റെ സിംപ്ലിഫൈഡ് ടേം A മാത്രം വരും. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, സെക്കൻഡ് ഗ്രൂപ്പ് നോക്കാം. സെക്കൻഡ് ഗ്രൂപ്പ് ഇതുപോലെ എഴുതാം. ഓക്കെ, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ഒരു വലിയ ഗ്രൂപ്പ് എഴുതുന്ന സമയത്ത് നോക്കിയാൽ AB ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പോവുക. AB ഇവിടെ നിന്ന് CD മാത്രം ഇങ്ങനെ ചലിക്കുക അല്ലേ. അപ്പോൾ CD ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 0 0 മാറി 0 1 ആവും, 1 1 ആവും, 1 0 ആവും. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ഫുള്ളായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് CD-നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓരോന്നും മാറി മാറി വരികയാണ് അല്ലേ. മാറി മാറി വരുന്നത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ AB മാത്രമായിട്ട് ചുരുങ്ങി. ഇനി നേരെ ഇങ്ങോട്ടേക്ക് നോക്കാം. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ A 1 തന്നെയാണ്, B എന്ത് ചെയ്യുക 1 0 ആണ്.
അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എ ആണ് ആൻസർ വരിക എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ചെയ്ത് നോക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം, സമയമെടുക്കും. പക്ഷെ ഇതിങ്ങനെ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഗ്രൂപ്പിങ് നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടും. നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പ് നോക്കാം. സെക്കൻഡ് ഗ്രൂപ്പ് വരുന്നത് ഇങ്ങനെ ഇയാൾ രണ്ടും ഇവർ രണ്ടുമാണ് അല്ലേ, ഇവർ രണ്ടാൾ ഇവർ രണ്ടാൾ. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് നോക്കിയാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞിട്ട് നമുക്ക് എഴുതി വെക്കാം. എ ബി ഇവരും ഇവരും, അതായത് ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ, എ ബി ചേഞ്ച് ഇല്ല അല്ലേ. അപ്പോൾ ചേഞ്ച് ഇല്ലാത്തൊരു സാധനം എന്താ, എയും ബിയും ആണ്. 0 ആണ് എന്താ ചെയ്യുക, അപ്പോൾ ഇനിയിപ്പോൾ ഇവർ രണ്ടാൾ മാത്രമാണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് വരും. ഇനി ഇതിൽ ഏത് ചേഞ്ച് ആവണത്, ഒരൊറ്റ ബിറ്റ് മാത്രം 0 ആണ്, 0 1 ആണ്. അതായത് ഇത് സി ഇത് ഡി. ഓക്കെ, സി ഡി. അപ്പോൾ ഈ 0ക്ക് ചേഞ്ച് വരുന്നില്ല അല്ലേ, ഇവിടെയും സിക്ക് ചേഞ്ച് വരുന്നില്ല, ഇവിടെയും സി തന്നെയാണ്. ഇവിടെ എന്താണ്, ഡി 0 ആണ്, ഇവിടെ ഡി 1 ആണ്. അപ്പോൾ ഡി മാത്രം ഇവിടെ ചേഞ്ച് വന്നു. അപ്പോൾ ഇവിടെ ഇത് രണ്ടും മാത്രം നോക്കുന്ന സമയത്ത് എന്താണ്, എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി കോംപ്ലിമെൻ്റ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് വരിക, ഇതിലേക്ക് വന്ന് ഇവർ രണ്ടാളും കൂടി നോക്കട്ടെ, ആ ഗ്രൂപ്പിൽ ഭാഗമാണല്ലോ അല്ലേ. ഇതിലേക്ക് വരുന്ന സമയത്ത് ഡി ഓൾറെഡി ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലേ, അപ്പോൾ ഡി ഇതിലില്ല, എയും ബിയും സിയും മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ എ 0 ആണ്, ഇവിടെ എ 1 ആണ്. അപ്പോൾ എനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അല്ലേ. ബി 0 ആണ്, സി 0 ആണ് അല്ലേ. അപ്പോൾ ബി മാറിയിട്ടില്ല, സിയും മാറിയിട്ടില്ല, എയും ഡിയും നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് എന്തായിരിക്കും, ആൻസർ വരുന്നത് ബി കോംപ്ലിമെൻറ്റ് സി കോംപ്ലിമെൻറ്റ് എന്നായിരിക്കും. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ 1 വെച്ചിട്ട് ചെയ്തില്ലേ, അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഓരോ ബിറ്റും ഞാൻ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് അങ്ങനെ ഇതാണ്. ഓക്കെ, ഇനി ചേഞ്ച് വരുന്നത് ഏതൊക്കെയാണ്, ടി ചേഞ്ച് വരുന്നുണ്ട് അല്ലേ, 0 1 എന്ന് വരുമ്പോൾ തന്നെ ടി ചേഞ്ച് വരുന്നുണ്ട്, അതുപോലെ എയും ചേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, ബിയും സിയും ആണ് ചേഞ്ച് വരാത്തത്. ബിക്ക് നമ്മൾ എന്ത് ചെയ്തു, അതുകൊണ്ട് ബി കോംപ്ലിമെൻറ്റ് കൊടുത്തു. സി 0 ആയതുകൊണ്ട് സി കോംപ്ലിമെൻറ്റ് കൊടുത്തു. ഓക്കെ, ഇനി അതുപോലെ തേർഡ് ഗ്രൂപ്പ് നമുക്ക് എന്ത് ചെയ്യണം, എഴുതണം, എ ബി സി ഡി എന്ന് എഴുതിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത് തേർഡ് ഗ്രൂപ്പ്. തേർഡ് ഗ്രൂപ്പിൽ നമുക്ക് ഏതൊക്കെ കളയാം, എ കളഞ്ഞൂടെ, എ ഒഴിവാക്കല്ലേ. ഓക്കെ, എനെ കളയാം. അതേപോലെ സീനെ നമുക്ക് ഒഴിവാക്കാം. ബാക്കി വരുന്നത് ബിയും ഡിയും ആണുള്ളത് അല്ലേ. ബി എന്ന് പറഞ്ഞാൽ എല്ലാം 0 ആണ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ബി കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം. ഡി എല്ലാം 0 ആണ്, അതുകൊണ്ട് ഡി കോംപ്ലിമെൻ്റ് എഴുതാം, ബി കോംപ്ലിമെൻറ്റ് ഡി കോംപ്ലിമെൻ്റ് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന ആൻസർ എന്ത് വരും, ആൻസർ ഫസ്റ്റ് ഗ്രൂപ്പ് എ ആണ് അല്ലേ, എ പ്ലസ് സെക്കൻഡ് ബി ബാർ സി ബാർ, ബി ബാർ സി ബാർ ആണ്, തേർഡ് ബി ബാർ ഡി ബാർ ആണ്. ഇതാണ് നമ്മളെ ഫൈനൽ ആൻസർ വരിക. അപ്പോൾ ഫൈനൽ ആൻസർ ഈ ഓപ്ഷനിൽ ഉണ്ടോ നോക്കാം. ഫൈനൽ ആൻസർ ഓപ്ഷനിൽ എ പ്ലസ് ബി ബാർ സി പ്ലസ് ബി ബാർ സി പ്ലസ് ബി ബാർ സി പ്ലസ് ഇതാ അല്ലേ, ബി ബാർ സി ബാർ അല്ലേ സെക്കൻഡ്, തേർഡ് ബി ബാർ ഡി ബാർ, ബി ബാർ ഡി ബാർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അല്ലേ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് ഓക്കെ ആണെന്ന് തോന്നുന്നു. ഇത്രയേ ഉള്ളൂ. കെ മാപ്പിൽ നമുക്ക് കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും, പക്ഷേ നമ്മൾ പ്രോബ്ലം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ടുള്ളൊരു നമുക്ക് ഒരു മാർക്ക് എന്തായാലും ഇത് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഒരു മാർക്കാണ്. ഇത് ഒരിക്കലും കളയരുത്, പ്രാക്ടീസ് ചെയ്ത് പോവുക. ഇനി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. 3 വേരിയബിൾ കെ മാപ്പാണ്. 0 2 4 6 0 2 ഇതാ ഇവിടെ 4 6 അല്ലേ. സിമ്പിളാണ്, നമ്മൾ നേരത്തെ ചെയ്ത അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. ഒരൊറ്റ ഗ്രൂപ്പല്ലേ ഇവിടെ വരുള്ളൂ അല്ലേ. ഇങ്ങനെ ഒരു ഗ്രൂപ്പാക്കാം, ഇങ്ങനെ ഒരു ഗ്രൂപ്പാക്കാം. പക്ഷേ നമുക്ക് 4
നമ്പേഴ്സുള്ള ഒരു ഗ്രൂപ്പാക്കി മാറ്റാൻ കഴിയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, 2നെ വിട്ടിട്ട് 4ലേക്ക് പോവുക. അപ്പോൾ 4 ബിറ്റായിട്ടുള്ള ഗ്രൂപ്പ് എന്ത് ചെയ്യും, എങ്ങനെ വരിക, സിംഗിൾ ഗ്രൂപ്പ് അല്ലേ, ഇങ്ങനെ ഒരു ഗ്രൂപ്പ്, ഒരൊറ്റ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ABC ഉണ്ടാവും. ഫസ്റ്റ് ആൾ ഇയാൾ 0 0 0, നമുക്കൊന്ന് പറഞ്ഞു നോക്കാം എന്നിട്ട് നമുക്ക് എഴുതാം. 0 0 0. ഓക്കെ, ഇയാളെയും നോക്കുന്ന സമയത്ത് എക്ക് വല്ല ചേഞ്ച് ഇല്ല. ബി ചേഞ്ച് ആവുന്നുണ്ടോ, B1 ആണ്, ഇവിടെ B1 ആണ്, അപ്പോൾ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ഇനി ഒഴിവാക്കി. C0 ആണ്, C0 ആണ്. ഓക്കെ, അപ്പോൾ എയും ഉണ്ട് സിയും ഉണ്ട് അല്ലേ. ഇനി ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് A0 ഉള്ളത് 1 ആയി, അപ്പോൾ ഇങ്ങോട്ട് ചേഞ്ച് വന്നു. ബി ഓൾറെഡി ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ബീനെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. C0 ആണ്, ഇവിടെയും C0 ആണ്. അപ്പോൾ ചേഞ്ച് വരാത്ത ആര് മാത്രമേ ഉള്ളൂ ഇല്ലേ, C മാത്രമേ ഉള്ളൂ. C0 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ C കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാം ആൻസർ. ഓക്കെ, ഇനി നമുക്കൊന്ന് എഴുതി നോക്കിയിട്ട് ഇതന്നെയാണ് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കാം. 0 0 0. നെക്സ്റ്റ് സെക്കൻഡ് ഇയാൾ 0 1 0. നെക്സ്റ്റ് ഇയാൾ 1 0 0. നെക്സ്റ്റ് ലാസ്റ്റ് 1 1 1 0. ഓക്കെ, ഇതിൽ നമുക്ക് എനെ ഒഴിവാക്കാം അല്ലേ, ബീനെ ഒഴിവാക്കാം. ആൻസർ എന്താ വരുന്നത്, C മാത്രമേ ഉള്ളൂ. C0 ആയതുകൊണ്ട് നമുക്ക് ആൻസർ എന്ത് ചെയ്താൽ C കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാം അല്ലേ. സിമ്പിളല്ലേ. ഓക്കെ, നമ്മൾ ഡോണ്ട് കെയർ ടേമിൻ്റെ കാര്യം പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ സർക്യൂട്ട് ലോജിക്കിൽ ഒരു ക്വസ്റ്റ്യനാണ് വന്നത്. കഴിഞ്ഞ വർഷത്തെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്, അതൊന്ന് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗേറ്റ്സ് സഫിഷ്യൻറ്റ് ടു ഡ്രൈവ് എ ബൂളിയൻ എക്സ്പ്രഷൻ. ഒരു ബൂളിയൻ എക്സ്പ്രഷൻ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഗേറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാ, യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുമ്പോൾ നാൻഡ് ഗേറ്റ് നോർ ഗേറ്റ് ആണ് അല്ലേ. ഈ നാൻഡ് ഗേറ്റ് നോർ ഗേറ്റ് മാത്രം നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ, കുറച്ച് നാൻഡ് ഗേറ്റ്സ് ഉണ്ട്, കുറച്ച് നോർ ഗേറ്റ്സ് മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, അത് വെച്ചിട്ട് ഓർ ഗേറ്റ് ഉണ്ടാക്കാൻ, ആൻഡ് ഗേറ്റ് നോട്ട് ഗേറ്റ് എക്സോർ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നാൻഡ് ഗേറ്റിനെയും നോർ ഗേറ്റിനെയാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ ഗേറ്റും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സഫിഷ്യൻറ്റ് ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്തരം ഗേറ്റിനെ നമ്മൾ ഫങ്ഷനലി കംപ്ലീറ്റ് ഗേറ്റ്സ് പറയുന്നത്. ഈ യൂണിവേഴ്സൽ ഗേറ്റ്സിനെ നമ്മൾ ഫങ്ഷനലി കംപ്ലീറ്റ് ഗേറ്റ്സ് എന്ന് പറയുന്നത്. ഇത് രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷനലി കംപ്ലീറ്റ് ഓപ്പറേഷൻ, ഏത് ഗേറ്റാണ് ഫങ്ഷനലി കംപ്ലീറ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ആൻസർ വരുന്നത് നാൻഡ് ഗേറ്റിനെയും നോർ ഗേറ്റിനെയും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ആൻഡ് പ്ലസ് നോട്ടിന് എന്ത് പറയാം, നാൻഡ് തന്നെ പറഞ്ഞൂടെ അല്ലേ, നാൻഡ് എന്ന് പറയാം, ആൻഡ് ഗേറ്റ്. ഓർ പ്ലസ് നോട്ടിന് എന്ത് പറയാം, നോർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ഓപ്ഷനാണ് വരുന്നത്, നാൻഡ്, നോറ്, ആൻഡ് പ്ലസ് നോട്ട് അല്ലെങ്കിൽ ഓർ പ്ലസ് നോട്ട്. ഇതേ കൂടാതെ 2x1 മാക്സിനെയും നമ്മളൊരു കംപ്ലീറ്റ് ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ 5 എണ്ണമാണ് എന്ത്, യൂണിവേഴ്സൽ ഗേറ്റ്സ് ആയിട്ട്. യൂണിവേഴ്സൽ ഗേറ്റ് നാൻഡ് നോർ തന്നെയാണ്, ഇതന്നെയാണ് അറിയാം, നാൻഡ് തന്നെയാണ് നാൻഡ് പ്ലസ് നോട്ട്, നോർ തന്നെയാണ് ഓർ പ്ലസ് നോട്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതിൻ്റെ ആൻസർ എന്തൊരു ഫസ്റ്റ് ഓപ്ഷൻ എക്സോർ ആണോ, എക്സോർ സഫിഷ്യൻ്റ് അല്ല അല്ലേ. എക്സോർ കൊണ്ട് എക്സോർ മാത്രമേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ആൻഡ് ആണോ, ആൻഡ് കൊണ്ട് എന്ത് മാത്രമേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ, ആൻഡ് മാത്രമേ ഉണ്ടാവും. ഓറും ആൻഡ് കയറാൻ പറ്റില്ല. അപ്പോൾ ആൻസർ തന്നെ നൺ ഓഫ് ദി അബോവ് ആണ്. നെക്സ്റ്റ് എന്താ, വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് കംപ്ലീറ്റ് അല്ലാത്ത, നമ്മൾ നേരത്തെ പറഞ്ഞു കംപ്ലീറ്റ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ്, ആൻഡ് പ്ലസ് നോട്ട് എന്ന് പറഞ്ഞാൽ നാൻഡ് കംപ്ലീറ്റ് ആണ് അല്ലേ. നോട്ട് പ്ലസ് നോർ എന്താ, കംപ്ലീറ്റാണ്. നമ്മളോട് ചോദിച്ചു നോട്ട് കംപ്ലീറ്റ് ആണ്, നോറ് ഓൾറെഡി കംപ്ലീറ്റ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ആൻഡ് പ്ലസ് ഓർ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. നമ്മൾ ഇന്ന് കാര്യമായിട്ട് പഠിച്ചത് എന്താണ്, കെ മാപ്പാണ്. കെ മാപ്പിൻ്റെ സിംപ്ലിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊന്ന് കാര്യമായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്താ പറയുക, കെ മാപ്പിൻ്റെ പ്രൈം ഇംപ്ലിക്കൻസ്, നോൺ എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻസ്, റിഡൻഡൻറ്റ് പ്രൈം ഇംപ്ലിക്കൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ശരി.